ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിലെ മെൻറ്റിംഗ് വാൾ എന്ന് പറയുന്ന പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെൻറ്റിംഗ് വാൾ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്ററിൻ്റെ മെൻറ്റിംഗ് വാൾ എന്ന പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം റോബർട്ട് ഫ്രോസ്റ്റ് എന്ന റൈറ്ററിനെ പരിചയപ്പെടാം. ഓക്കെ, റോബർട്ട് ഫ്രോസ്റ്റ് 1874 ആണ് അദ്ദേഹം ജനിച്ചത് to 1963. He is an American poet, well known for his poems that are colloquial in style. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പോയംസ് എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ഒരു സംസാര രീതിയിലുള്ള ഭാഷാപ്രയോഗമായിരുന്നു. ഓക്കെ, സംസാര രീതിയിലുള്ളത്. ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം. അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം വളരെയധികം ഒരു ഡിലൈറ്റ്ഫുള്ളായിട്ട്, വളരെയധികം സന്തോഷം തോന്നുന്ന രീതിയിലായിരുന്നു തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ വിസ്ഡം എന്ന് വെച്ചാൽ വിവേകത്തോടുകൂടി, അതായത് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്ന രീതിയിലായിരിക്കും അദ്ദേഹം പോയംസ് അവസാനിപ്പിക്കുക. ഓക്കെ, ഇൻ 1924 he received his first of 4 Pulitzer Prizes for his book ന്യൂ ഹാംഷയർ. സോ അദ്ദേഹത്തിന് 4 പ്രാവശ്യം പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പുലിറ്റ്സർ പ്രൈസ് അദ്ദേഹത്തിന് 1924 ന്യൂ ഹാംഷയർ എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഹി വൺ ഹിസ് അതർ പുലിറ്റ്സേഴ്സ് ഫോർ കളക്റ്റഡ് പോയംസ് ഇൻ 1931, ഫർദർ റേഞ്ച് ഇൻ 1937 ആൻഡ് എ വിറ്റ്നസ് ട്രീ ഇൻ 1943. പിന്നീട് അദ്ദേഹത്തിന് 1931 കളക്റ്റഡ് പോയംസ് എന്ന് പറയുന്ന പോയത്തിനും 1937 ഫർദർ റേഞ്ച് എന്ന് പറയുന്ന പോയത്തിനും പോയട്രി കളക്ഷൻ. ഓക്കെ, ആൻഡ് 1943 എ വിറ്റ്നസ് ട്രീ എന്ന് പറയുന്ന പോയട്രി കളക്ഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയംസ് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, ദെൻ റോഡ് നോട്ട് ടേക്കൺ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയംസ് ആണ്. ഓക്കെ, സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, റോഡ് നോട്ട് ടേക്കൺ. സോ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 4 പുലിറ്റ്സർ പ്രൈസസ് ഹി റിസീവ് 4 പുലിറ്റ്സർ പ്രൈസസ്. അതിൽ ഒന്നാമത്തേത് ന്യൂ ഹാംഷയർ എന്ന് പറയുന്ന കളക്ഷനും, രണ്ടാമത്തേത് കളക്റ്റഡ് പോയംസ് എന്ന് പറയുന്ന കളക്ഷനും, ദെൻ ഫർദർ റേഞ്ച് എ വിറ്റ്നസ് ട്രീ. ഇങ്ങനെ 4 കളക്ഷൻസിനാണ് അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. മെൻറ്റിംഗ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. മെൻറ്റിംഗ് എന്ന് വെച്ചാൽ റിപ്പയറിങ്. മെൻറ്റ് ചെയ്യുക മീൻസ് നന്നാക്കുക, റിപ്പയർ ചെയ്യുക എന്നാണ് അർത്ഥം. മെൻറ്റിംഗ് വാൾ എന്ന് വെച്ചാൽ റിപ്പയറിങ് ദ വാൾ, ആ ഒരു മതിൽ നന്നാക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതിലൂടെ അദ്ദേഹം നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ഈ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കൊടുത്തിട്ടുള്ള, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 2-3 സെൻറ്റൻസാണ് ഞാൻ വായിക്കുന്നത്. Fraternity and tolerance are the 2 qualities that help in harmonious living. Do we maintain these qualities in our daily life? So fraternity, സാഹോദര്യം, then tolerance എന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള കഴിവ്. സോ സാഹോദര്യവും ക്ഷമിക്കാനുള്ള കഴിവും, ഇത് രണ്ടും എന്താണ്? are the 2 qualities that help in harmonious living. നമ്മളെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള ജീവിതത്തിന് സഹായിക്കുന്ന 2 ക്വാളിറ്റീസ്, 2 ഗുണങ്ങളാണ് ഫ്രറ്റേണിറ്റിയും ടോളറൻസും. ഡു വി മെയിൻറ്റെയിൻ ദീസ് ക്വാളിറ്റീസ് ഇൻ ആർ ഡെയിലി ലൈഫ്? പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ക്വാളിറ്റീസ് നമ്മൾ ഈ ക്വാളിറ്റീസ് നിലനിർത്താറുണ്ടോ? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നെയ്ബേഴ്സ്? നമ്മുടെ അയൽക്കാരോട് നമ്മൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഷുഡ് വി ആക്സെപ്റ്റ് ദെയർ ഐഡിയാസ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ് വിത്ത് ദെം? സോ അവരുമായിട്ട് നല്ല ബന്ധത്തിൽ, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ? നെയ്ബേഴ്സിൻ്റെ അഭിപ്രായവും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ടോ? അതിന് റോബർട്ട് ഫ്രോസ്റ്റ് ഗിവ്സ് സം സജഷൻസ്. സോ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കുറേ ഉത്തരം നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ ഒരു പോയത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, something there is that doesn't love a wall, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps even 2 can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone.
but they would have the rabbit out of hiding to please the yelping dogs. The gaps, I mean, no one has seen them made or heard them made, but at spring mending time we find them there. സോ പോയിറ്റ് ഇങ്ങനെയാണ് പോയം ബിഗിൻ ചെയ്യുന്നത്. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. എന്തോ ഒന്നുണ്ട്, അതായത് മതിലിനെ ഇഷ്ടപ്പെടാത്ത, അവിടെയുള്ള ആ ഒരു മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്. അത് മേ ബി നേച്ചറിലാവാം, പ്രകൃതിയിലാവാം, പക്ഷേ എന്തോ ഒന്നുണ്ട് മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ അവിടെയുണ്ട്. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, ദാറ്റ് സെൻസ് a frozen ground swell under it. Frozen ground, തണുത്തുറഞ്ഞ ഭൂമി. ഓക്കെ, that sense a frozen ground swell under it എന്ന് വെച്ചാൽ എന്താണ്? മതിലിനടിയിലുള്ള ആ ഭൂമി അതെങ്ങനെയാണ് ആ ഒരു തണുത്തുറഞ്ഞ ഭൂമിയെ വികസിപ്പിക്കുന്നു. എന്തോ ഒരു സംഭവം, എന്താണ് എന്ന് അറിയില്ല. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ. സ്പിൽസ് എന്ന് വെച്ചാൽ എന്താണ്? പുറത്തേക്ക് കളയുക. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ്. ബൗൾഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കല്ലുകൾ, സ്റ്റോൺസ്, വലിയ വലിയ കല്ലുകൾ. ഇൻ ദ സൺ ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എബ്രസ്റ്റ്. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് അവിടെയുണ്ട്. സോ അത് ഈ തണുത്തുറഞ്ഞ ആ ഒരു ഭൂമി, മതിലിനടിയിലുള്ളതിനെ വികസിപ്പിക്കുന്നു. അത് കാരണം എന്താണ്? മതിലിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു. ഓക്കെ, മതിലിൻ്റെ മുകൾ ഭാഗത്തെ ഈ കല്ലുകളൊക്കെ എങ്ങനെയാണ്? വശങ്ങളിലേക്ക് വീഴുന്നു, രണ്ട് സൈഡിലേക്കും വീഴുന്നു. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എബ്രസ്റ്റ്. അത് കാരണം എങ്ങനെയാണ്? ഗ്യാപ്സ് ഉണ്ടാവുന്നു. ഓക്കെ, പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു. രണ്ടാളുകൾക്ക് ഒരേ സമയം സൈഡ് ബൈ സൈഡ് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ വിടവുകൾ ഉണ്ടാവുന്നു. എബ്രസ്റ്റ് എന്ന് വെച്ചാൽ ടു പീപ്പിൾ കുഡ് വാക്ക് ത്രൂ ദം സൈഡ് ബൈ സൈഡ്, തോളോട് തോൾ ചരിഞ്ഞ് പോകാനായിട്ട് എന്താണ്? രണ്ടാൾക്കാർക്ക് സുഖമായിട്ട് ഈ ഒരു വിടവിലൂടെ കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു മതിലിൽ. ഓക്കെ, സോ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് എന്ന് അറിയില്ല. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. എന്തോ ഒന്ന് മതിലിനെ ഇഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. അത് ഭൂമിക്കടിയിൽ എങ്ങനെയാണ്? തണുത്തുറഞ്ഞ ഭൂമിയെ ഇതിങ്ങനെ വികസിപ്പിക്കുന്നു. അത് കാരണം മതിലുകൾ എന്താണ്? ഈ കല്ലുകളെല്ലാം അതിനെ മുകളിലേക്ക് ഈ കല്ലുകളെ അങ്ങ് തെറിപ്പിക്കുന്നു. അത് കാരണം വിള്ളലുകൾ ഉണ്ടാവുന്നു. ഓക്കെ, സോ ആ വിള്ളലുകളിലൂടെ രണ്ട് പേർക്ക് ഈസി ആയിട്ട് കടന്നു പോകാനും സാധിക്കും. ദെൻ ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് എന്താണ്? വേട്ടക്കാർ, നായാട്ടുകാർ. അവരും എന്താണ്? അവരുടെ പ്രവൃത്തിയും ഇതിനൊരു കാരണമാവാം. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദെം ആൻഡ് മെയ്ഡ് റിപ്പയർ വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. സോ ഞാൻ അവർക്ക് പിന്നാലെ, ഈ ഹണ്ടേഴ്സിന് പിന്നാലെ ഞാൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ആ മതിലിനെ റിപ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഈ നായാട്ടുകാരുടെ പിന്നാലെ ഞാൻ വരികയും ഈ പൊട്ടിയ മതിലുകളെല്ലാം അതിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുകയും ചെയ്യുന്നു. ചില സമയത്ത് എങ്ങനെയാണ്? വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ഒരു സിംഗിൾ സ്റ്റോൺ പോലും കറക്റ്റ് പ്ലേസിൽ ഉണ്ടാവില്ല. അത്തരത്തിൽ എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു സ്റ്റോൺ പോലും അതിൻ്റെ കൃത്യം പ്ലേസിൽ ഉണ്ടാവില്ല. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് to please the yelping dogs. The gaps, I mean, no one has seen them made or heard them made. So ചില സമയത്ത് ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. മുയലുകൾ എങ്ങനെയാണ്? ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഈ നായാട്ടുകാരുടെ പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, എൽപ്പിംഗ് ഡോഗ്സ് മീൻസ് ബാക്കിംഗ് ഡോഗ്സ്, കുരച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഡോഗ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ റാബിറ്റ് ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് അതിനെയൊക്കെ പുറത്തു ചാടിച്ച് ഇതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ദ ഗ്യാപ്സ്, ഐ മീൻ, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. സോ ഈ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ ആരും എങ്ങനെയാണ് അത് ഉണ്ടാവുന്നതെന്ന് കണ്ടിട്ടുമില്ല, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നതും കണ്ടിട്ടില്ല. സോ ഈ നായ്ക്കളിങ്ങനെ കുരച്ചുകൊണ്ട്, ഇവരുടെ ഈ ഹണ്ടേഴ്സിൻ്റെ കൂടെ വരുന്ന ആ നായ്ക്കൾ എങ്ങനെയാണ് കുരച്ചുകൊണ്ട് ആ റാബിറ്റ്സിനെ എല്ലാം പുറത്തേക്ക് ചാടുന്നു. സോ ഈ ഹണ്ടേഴ്സിൻ്റെയും ഒരു പരിപാടി ഹണ്ടേഴ്സിൻ്റെ കാരണം കൊണ്ടും ഉണ്ടാവാറുണ്ട്. സോ ഈ ഗ്യാപ്സ് എങ്ങനെയാണ്? നോ വൺ ഹാസ് സീൻ ദെം മെയ്ഡ്. അത് ഉണ്ടാവുന്നത് ആരും കണ്ടിട്ടുമില്ല. ഓർ ഹേർഡ് ദെം മെയ്ഡ്, അതിനെക്കുറിച്ചൊന്നും ആരും കേട്ടിട്ടുമില്ല. ഓക്കെ,
ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻറ്റിംഗ് ടൈം വി ഫൈൻഡ് ദെം ദെയർ. സ്പ്രിംഗ് ടൈം ആവുമ്പോഴേക്കും എങ്ങനെയാണ് ഈ ഒരു വിള്ളലുകൾ അവിടെ കാണപ്പെടുന്നു. ഓക്കെ, സോ ഈ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ഒരാളെയും ആരും കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ആരാണിത് ഉണ്ടാക്കുന്നതെന്ന് ആരും കാണുകയോ അത് കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷേ മതിലുകൾ വസന്തകാലത്ത് സ്പ്രിംഗ് ടൈമിൽ മതിലുകൾക്ക് കേടുപാടുകൾ തീർക്കേണ്ട സമയമാകുമ്പോൾ എങ്ങനെയാണ് ഈ വിള്ളലുകൾ അവിടെ കാണപ്പെടാറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നോ ആരാണ് ഉണ്ടാക്കുന്നതെന്നോ ആർക്കും അറിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? Then I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. To each the boulders that have fallen to each, and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. So I let my neighbor know beyond the hill. That means I inform my neighbor who lives on the side of the hill. എന്തിനെക്കുറിച്ച്? ഞാൻ എൻ്റെ അയൽക്കാരനെ അറിയിച്ചു. ഓക്കെ, ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ. ഓക്കെ, മതിലിലുണ്ടാവുന്ന വിടവുകളെക്കുറിച്ച് ഞാൻ എൻ്റെ നെയ്ബറിനെ ഹു ലിവ്സ് ഓവർ എ ഹിൽ, ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. സോ എൻ്റെ നെയ്ബറിനെ, അയൽക്കാരനെ ഞാനിത് അറിയിച്ചു. ഈ മതിലുകളിൽ ഉണ്ടാവുന്ന വിള്ളലുകളെക്കുറിച്ച് ഞാൻ എൻ്റെ നെയ്ബറിനെ അറിയിച്ചു. അതുപോലെ ഒരു ദിവസം പരസ്പരം കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. സോ ഒരു ദിവസം പരസ്പരം കാണാനും അതുപോലെ തന്നെ മതിലിൻ്റെ രണ്ട് സൈഡിലൂടെ ഒരാളുടെ ഭാഗത്തൂടെ അയാളും മറ്റേയാളുടെ ഭാഗത്തൂടെ അയാളും, അതായത് നെയ്ബറിൻ്റെ ഭാഗത്തൂടെ നെയ്ബർ നടക്കുന്നു, പോയിറ്റിൻ്റെ ഭാഗത്തൂടെ പോയിറ്റും നടക്കുന്നു. സോ മതിലിൻ്റെ ഇരുവശത്തൂടെയും നടന്ന് അത് നന്നാക്കാനും തീരുമാനിക്കുന്നു. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. So ഞങ്ങൾക്ക് ഇടയിലുള്ള ആ മതിൽ, ഞങ്ങളുടെ രണ്ട് സ്ഥലത്തെ ഇടയിലുള്ള ആ മതിൽ ഫിക്സ് ചെയ്ത് അതിലുള്ള വിള്ളലുകളെല്ലാം ശരിയാക്കി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു ദിവസം കാണാനായിട്ട് തീരുമാനിച്ചു. To each the boulders that have fallen to each. So we keep the wall between us as we go, to each the boulders that have fallen to each. So നമ്മൾ എന്ത് ചെയ്യുന്നു? നെയ്ബറിൻ്റെ ഭാഗത്തൂടെ നെയ്ബർ നടക്കുന്നു, പോയിറ്റിൻ്റെ ഭാഗത്തൂടെ പോയിറ്റ് നടക്കുന്നു. അങ്ങനെ അത് വീണ്ടും നേരെയാക്കാനായിട്ട് സാധിക്കുന്നു. മതിലിൻ്റെ രണ്ട് ഭാഗത്തേക്കും കല്ലുകൾ വീണിട്ടുണ്ട്. ഓക്കെ, സോ അയൽക്കാരൻ്റെ ഭാഗത്ത് വീണത് അയാൾ എടുത്ത് നേരെ വയ്ക്കുന്നു, പോയിറ്റിൻ്റെ ഭാഗത്ത് വീഴുന്ന കല്ലുകൾ പോയിറ്റും അത് പെറുക്കിയെടുക്കുന്നു. ഓക്കെ, സോ അങ്ങനെ അത് നന്നാക്കി കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സോ നിയർലി ബോൾസ്. സോ ചിലത് എങ്ങനെയാണ്? ലോവ്സ് ഓഫ് ബ്രെഡിൻ്റെ ഒരു പീസ് പോലെയോ അല്ലെങ്കിൽ ചിലത് ബോൾസ് പോലെയോ പന്ത് പോലെയോ ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഷേപ്സാണ് പറയുന്നത്. ഈ പൊട്ടിക്കിടക്കുന്ന കല്ലുകളുടെ ഷേപ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചില കല്ലുകൾ എങ്ങനെയാണ്? ലോവ്സ് പോലെ ബ്രെഡിൻ്റെയൊക്കെ ഷേപ്പിലും, ചിലത് പന്തുകൾ പോലെയൊക്കെ ആയിരുന്നു. ഓക്കെ, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. സോ ഇവരിത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അതാസ്ഥാനത്ത് വീണ്ടും ശരിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് മന്ത്രവാദം അറിയേണ്ടിയുണ്ട്. എന്ന് വെച്ചാൽ വി ഹാവ് ടു യൂസ് എ സ്പെൽ എന്നിവിടെ മാജിക്കാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രവാദം കൊണ്ടേ അത് നേരെയാക്കാൻ പറ്റൂ. കാരണം പലതും പല ഷേപ്പിലാണ്. ഓക്കെ, പല കല്ലുകളും പല ഷേപ്പിലാണ്. അതിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വയ്ക്കേണ്ടത് ഭയങ്കര പ്രയാസമാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. സോ പോയിട്ട് പറയാണ്, അദ്ദേഹം അവരോട് കൽപ്പിക്കുകയാണ്, ഈ മതിലിനോട് പറയുകയാണ്, ഞങ്ങളുടെ പുറകുവശം എന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തിരിയുന്നത് വരേക്കെങ്കിലും അത് അതുപോലെ നിന്നാൽ നന്നായിരുന്നു എന്നൊരു തമാശ രൂപേണ പറയുകയാണ്. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. സോ പോയിട്ടിവിടെ ദയവ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് തിരിയുന്നത് വരെയെങ്കിലും ഈ മതിൽ അതിൻ്റെ യഥാസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മതിലുകളോട് പറയുന്നു. അതായത് ഈ കല്ലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുകയും ഇവരിത് നന്നാക്കുകയും ചെയ്യുന്നത് സ്ഥിരം പരിപാടിയാണ്. ഓക്കെ,
സോ ഇദ്ദേഹത്തിന് തന്നെ അറിയാം, ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു പോകുമ്പോഴേക്കും വീണ്ടും അതിൽ ഉടനെ തന്നെ അതിൽ വിള്ളലുകളുണ്ടാവും. സോ ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളൊന്ന് തിരിയുന്നത് വരെയെങ്കിലും അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദെം. സോ അവരുടെ വിരലുകളെല്ലാം ഭയങ്കര റഫായി മാറുകയാണ്. ഓക്കെ, വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദെം എന്ന് വെച്ചാൽ ഈ കല്ലുകളെല്ലാം ഉയർത്തി മതിലിൽ വച്ച് ആ ഒരു ജോലിക്കിടയിൽ അവരുടെ വിരലുകളൊക്കെ ഭയങ്കര പരുക്കനായി മാറുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര പെയിൻഫുൾ ആവുന്നു, വേദനയുള്ളതായിട്ട് മാറുന്നു. ഓക്കെ, ഇത് എല്ലാം ഇങ്ങനെ നേരെയാക്കി റിപ്പയർ ചെയ്ത് പോകുമ്പോഴേക്കും അവർക്ക് കൈക്ക് അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്നു, പരുക്കനായി മാറുന്നു. ഓക്കെ, Oh, just another kind of outdoor game. One on a side. It comes to little more. There where it is, we do not need the wall. He is all pine, and I am apple orchard. My apple trees will never get across and eat the cones under his pines, I tell him. He only says, good fences make good neighbors. സോ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയാണ്, പോയിട്ട് പറയാണ്, ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. സോ ഞങ്ങൾക്കിതെങ്ങനെയാണ്, മറ്റൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്, പുറത്ത് കളിക്കുന്ന മറ്റൊരു ഗെയിം പോലെയാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. വൺ ഓൺ എ സൈഡ്, ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. എന്താണ്, ഒരാൾ ഒരു സൈഡിൽ നിൽക്കുന്നു, മതിലിൻ്റെ ഒരു സൈഡിൽ ഒരാൾ നിൽക്കുന്നു, മറ്റൊരാൾ മതിലിൻ്റെ മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഓക്കെ, മതിലിൻ്റെ ഒരു സൈഡിൽ ഒരാളും മറ്റൊരു സൈഡിൽ മറ്റൊരാളും നിൽക്കുന്നു. അങ്ങനെ നിന്ന് കളിക്കുന്ന ഒരു ഗെയിം മാത്രമാണ് ഞങ്ങൾക്ക്, അതിൽ കൂടുതലൊന്നുമില്ല. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ, അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് എന്താണ് മറ്റൊരു അർത്ഥമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ മാത്രമാണിത്. ഈ മതിൽ നന്നാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഔട്ട്ഡോർ ഗെയിം മാത്രമാണ്, അനദർ ഔട്ട്സൈഡ് ആക്ടിവിറ്റി. ഞങ്ങൾ എൻ്റെ നെയ്ബർ ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്നു, ഞാൻ മറ്റൊരു ഭാഗത്ത് നിന്ന് കളിക്കുന്നു. ഞങ്ങൾ ഈ മതിൽ നന്നാക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അത് പൊളിഞ്ഞു പോകാറുണ്ട്. സോ അതിൽ കൂടുതലൊന്നും ഇല്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. There where it is, we do not need the wall. He is all pine and I am apple orchard. സോ പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ മതിൽ വലിയ ആവശ്യമില്ല. There where it is, we do not need the wall. ഓക്കെ, യഥാർത്ഥത്തിൽ മതിൽ ആവശ്യമില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടേത്. കാരണം എന്താണ്, ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ എം ആപ്പിൾ ഓർച്ചഡ്. അയാളുടെ സ്ഥലം എന്ന് വെച്ചാൽ നെയ്ബറിൻ്റെ സ്ഥലത്ത് പൈൻ മരങ്ങളാണുള്ളത്. ഓക്കെ, അതേസമയം എൻ്റെ സ്ഥലത്തോ ആപ്പിൾ മരങ്ങൾ. ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ എം ആപ്പിൾ ഓർച്ചഡ്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഫുൾ പൈൻ മരങ്ങളും എൻ്റെ സ്ഥലത്ത് ആപ്പിൾ മരങ്ങളും നിറഞ്ഞതാണ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. സോ എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും ആ മതിൽ കടന്ന്, അല്ലെങ്കിൽ മതിലില്ലെങ്കിൽ പോലും അത് കടന്ന്, എൻ്റെ സ്ഥലത്ത് കടന്ന് അയാളുടെ പൈൻ മരങ്ങളുടെ കായകൾ കഴിക്കാൻ വേണ്ടി പോവില്ല, അതിൻ്റെ കോൺസ് കഴിക്കാനായിട്ട് പോവില്ല. അതിൻ്റെ താഴെയുള്ള ആ കോൺസ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും ആ സ്ഥലം കടന്ന് അപ്പുറത്തേക്ക് പോവില്ല. അപ്പുറത്ത് പോയി പൈൻ മരങ്ങളുടെ കായകൾ ഒരിക്കലും കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവില്ല. ഞാനത് അയാളോട് പറയുകയും ചെയ്തു. ഓക്കെ, ഐ ടെൽ ഹിം, ഞാനത് പറഞ്ഞു. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. ഓക്കെ, എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും, എൻ്റെ ഭാഗത്തെല്ലാം ആപ്പിൾ ട്രീസാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊക്കെ പൈൻ മരങ്ങളാണ്. സോ എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും കടന്ന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നെയ്ബറിൻ്റെ സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള പൈൻ മരങ്ങൾക്ക് കീഴിലുള്ള കായകൾ, അതായത് കോൺസ് ഒന്നും എടുത്ത് കഴിക്കാനൊന്നും പോകുന്നില്ല. സോ അത്തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഭയക്കേണ്ടതില്ല. ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഹീ ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. പക്ഷേ എൻ്റെ നെയ്ബർ എന്താണ് പറഞ്ഞത്? ഗുഡ് ഫെൻസ് എന്ന് വെച്ചാൽ എന്താണ്? വേലി. നല്ല വേലികളുണ്ടെങ്കിൽ മാത്രമേ നല്ല അയൽക്കാരുണ്ടാവുള്ളൂ. നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ അല്ലെങ്കിൽ മതിലുകൾ, ഫെൻസസ് ഉണ്ടെങ്കിൽ നല്ല അയൽക്കാരുണ്ടാവുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. Spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. Before I built a wall, I would ask to know what I was walling in or walling out.
and to whom I was like to give offense. So poet പറയാണ്, spring is the mischief in me, and I wonder if I could put a notion in his head. സ്പ്രിങ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ. സ്പ്രിങ് സീസൺ അദ്ദേഹം മിസ്ചീവസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? സ്പ്രിങ് സീസൺ ആ ഒരു സമയത്താണ് മിക്കവാറും ഗ്യാപ്സ് കണ്ടെത്തുന്നത്. ഈ മതിലിൽ ഗ്യാപ്സ് കണ്ടെത്തുന്നത് സ്പ്രിങ് സീസണിലാണ്. അതുകൊണ്ടാണ് അതിനെ മിസ്ചീവസ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ സ്പ്രിങ് സീസണിലാണ് ആ ഒരു ഫ്രോസൺ ഗ്രൗണ്ട്, ഈ വാളിന് കീഴിലുള്ള ആ തണുത്തുറഞ്ഞ ഭൂമി എക്സ്പാൻഡ് ചെയ്യുന്നതും കല്ലുകളെല്ലാം പുറത്തേക്ക് തെറിക്കുന്നതും ആ വാളെല്ലാം നശിക്കുന്നതും ഒക്കെ സ്പ്രിങ് സീസണിലായിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ മിസ്ചീവസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ്റെ മനസ്സിലേക്ക്, അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ്റെ തലയിലേക്ക് ഒരു ഐഡിയ കൊടുക്കുക. ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ, ഒരു ഐഡിയ, നല്ലൊരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക്, ഒരു നല്ല ആശയം ഇട്ട് കൊടുക്കണമെന്ന് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? Isn't it where there are cows, but here there are no cows? സോ നമ്മൾ എന്തിനാണ് നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നത്? വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? സോ എന്തിനാണ് ഈ അയൽക്കാരെ, നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നത്? ബട്ട് isn't it where there are cows? ഇവിടെ നമ്മൾ കൗസിനെ ഒന്നും വളർത്തുന്നില്ല, പശുക്കളെ ഒന്നും വളർത്തുന്നില്ല. ഓക്കെ, ഇവിടെ പശുക്കളുണ്ടെങ്കിൽ മാത്രം വേലി കെട്ടേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പശുക്കളൊക്കെ ചിലപ്പം ഇടകലർന്ന് പോയേക്കാം. ഓക്കെ, നമ്മളിവിടെ പശുക്കളെ വളർത്തുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ കൂടിക്കലരാതിരിക്കാൻ വേണ്ടി, പശുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വാൾസൊക്കെ ആവശ്യമായിരിക്കാം. ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. ഇവിടെ പശുക്കളില്ല. പിന്നെ എന്തിനാണ് ആ ഒരു വാളിൻ്റെ ആവശ്യം എന്നതാണ് പോയിറ്റിൻ്റെ. ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട് ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്. സോ ഒരു മതിൽ കെട്ടുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്താണ് നമ്മൾ മതിലിനകത്ത് സൂക്ഷിക്കുന്നത്? വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്, എന്താണ് പുറത്ത് നിർത്തുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളത് കണ്ടുപിടിക്കണം. ആൻഡ് ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്. ഒരു വേലി ഉണ്ടാക്കുന്നതിലൂടെ, ഒരു വാൾ ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ ആരെയാണ് പ്രതിരോധിക്കുന്നത് എന്നും കണ്ടുപിടിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ആ ഒരു വാൾ കെട്ടുന്നത്, ആ ഒരു മതിൽ കെട്ടുന്നത് എന്ന് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കുമല്ലോ ഒരു മതിൽ കെട്ടുന്നത്. എന്തെങ്കിലും അകത്തേക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അകത്ത് സൂക്ഷിക്കാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം നമ്മൾ മതിൽ കെട്ടുന്നത്. സോ അതറിഞ്ഞിരിക്കണം. വീണ്ടും അദ്ദേഹം സെയിം ഐഡിയ പറയാണ്. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. ഐ കുഡ് സേ എൽസ് ടു ഹിം, but it is not else exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage armed. He moves in darkness, as it seems to me, not of woods only, and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. So again, something there is that doesn't love a wall that wants it down. So എന്തോ ഒന്ന്, മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് നേച്ചറിൽ തന്നെ ഉണ്ട്, അവിടെ തന്നെയുണ്ട്. അത് മതിലിനെ ഇങ്ങനെ താഴേക്ക് വലിച്ചിടുന്നു. ഐ കുഡ് സേ എൽസ് ടു ഹിം. എൽസ് എന്ന് വെച്ചാൽ സ്പിരിറ്റ്സ്. ഓക്കെ, ചിലപ്പോൾ മതിൽ പൊളിക്കുന്നത് വല്ല യക്ഷികളുടെയോ എൽസിൻ്റെയോ സ്പിരിറ്റ്സിൻ്റെയോ ഒക്കെ പണിയാണോ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി. സോ എനിക്ക് വേണമെങ്കിൽ പറയാം ഇതെന്തെങ്കിലും എൽസിൻ്റെ, ഐ കുഡ് സേ എൽസ് ടു ഹിം, അദ്ദേഹത്തോട് ഇത് വല്ല സ്പിരിറ്റിൻ്റെയും പണിയാണോ എന്ന് എനിക്ക് ചോദിക്കാം. പക്ഷേ അതല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി, ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage armed. സോ പോയിറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വേലി എന്തിനാണ് അവിടെ വയ്ക്കുന്നത്? പശുക്കളൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. നമ്മൾ എന്താണ് അകത്ത് സൂക്ഷിക്കുന്നത്, പുറത്ത് വയ്ക്കേണ്ടത് എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനൊരു വേലി കെട്ടേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ എന്തോ ഒന്ന്, ഈ വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്.
സോ ഞാനത് എന്തെങ്കിലും യക്ഷികളാണോ സ്പിരിറ്റ്സ് ആണോ എന്ന് അദ്ദേഹത്തോട് പറയാമായിരുന്നു. പക്ഷേ എനിക്കറിയാം അത് എൽസ് ഒന്നും അല്ല, എക്സാക്ട്ലി അത് എൽസ് ഒന്നും അല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ നെയ്ബറിനെ കാണുകയാണ്. 2 കൈകളിലും 2 കല്ലുകൾ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന അയാളെ അദ്ദേഹം കാണുകയാണ്. ഓക്കെ, പഴയ ഏതോ ശിലായുഗത്തിലെ ഒരു സാവജ് ആയിട്ടുള്ള അപരിഷ്കൃതനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെയാണ് അയാളപ്പോൾ അയാളെ കണ്ടപ്പോൾ പോയിറ്റിന് തോന്നിയത്. ഓക്കെ, സോ ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവജ് ആംഡ്. ഓക്കെ, സോ അദ്ദേഹത്തിന് പഴയ ഏതോ ഒരു ആദിമ മനുഷ്യനെ പോലെയാണ് ഈ ഒരു നെയ്ബറിനെ അദ്ദേഹത്തിന് തോന്നിയത്. He moves in darkness as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. So he moves in darkness. അദ്ദേഹത്തിൻ്റെ നെയ്ബർ എങ്ങനെയാണ്? അദ്ദേഹം ഇങ്ങനെ ഇരുട്ടിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ്? മരങ്ങളുടെ ആ ഒരു തണലിലോ അല്ലെങ്കിൽ അവ നൽകുന്ന ഇരുട്ടിലോ അതൊന്നും അല്ല. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. മരങ്ങളുടെ തണലിലും അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്, ആ ഇരുട്ടെന്ന് പറയുന്നത് ആ മരങ്ങളുടെ തണൽ കൊണ്ടുണ്ടാവുന്ന അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. So അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയാറുള്ളതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആ ഒരു ഐഡിയയെ ഇയാൾ ആവർത്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ നെയ്ബർ ആവർത്തിക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഒരു ശിലായുഗത്തിലെ മനുഷ്യൻ ആയുധങ്ങളായിട്ട് ഈ കല്ല് ഉപയോഗിക്കുന്നത് പോലെയൊക്കെയാണ് ഫ്രോസ്റ്റ് ഇവിടെ നെയ്ബറിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈവൻ ദോ അദ്ദേഹം വളരെയധികം മോഡേൺ ആയിട്ടുള്ള പീരിയഡിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അത്രയും പരിഷ്കാരിയായിട്ട് ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പഴയ ആദിമ മനുഷ്യനെ പോലെ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് ആദിമ മനുഷ്യരെങ്ങനെയാണ് ഇരുട്ടിൽ ജീവിക്കാനാണ്, അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും ഇരുട്ടിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് തയ്യാറാവുന്നില്ല എന്നാണ് ഫ്രോസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇദ്ദേഹം ഡാർക്ക്നെസ്സിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴും അദ്ദേഹം ഒരു ഗുഡ് ഫെൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നെയ്ബേഴ്സ് ഉണ്ടാവൂ, നല്ല വേലി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല അയൽക്കാരുണ്ടാവുള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അതേ ഇതിൽ തന്നെയാണ് അദ്ദേഹം ഈ നെയ്ബർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അദ്ദേഹം ഇപ്പോഴും ആ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാനായിട്ട് റെഡിയാവുന്നില്ല. സോ ഇവിടെ ഈ ഒരു പോയറ്റിൻ്റെ നെയ്ബറിൻ്റെയും പോയറ്റിൻ്റെയും ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഓക്കെ, 2 പേർക്കും 2 അഭിപ്രായങ്ങളാണുള്ളത്. പോയറ്റിന് വാളിൻ്റെ ആവശ്യമില്ല, ദർ ഇസ് നോ നീഡ് ഓഫ് ഫെൻസ് ഓർ എ വാൾ. ഓക്കെ, കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ആപ്പിൾ മരങ്ങളാണ്, മറ്റേടത്ത് പൈൻ മരങ്ങളാണ്. സോ അദ്ദേഹത്തിനൊരു വാളിൻ്റെ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെയ്ബർ ആഗ്രഹിക്കുന്നത് ഒരു വേലി ഉണ്ടാവണം. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ടാവണം. നെയ്ബേഴ്സ് ആണെങ്കിൽ കുറച്ച് ലിമിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിർവരമ്പ് ഉണ്ടാവണം. റിലേഷൻസൊക്കെ നല്ല ഹെൽത്തിയറായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവശ്യമില്ലാത്ത അതിർവരമ്പുകൾ ഇല്ല എങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഓക്കെ, സോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വെറുതെ എന്തിനാണ് കാരണം ഉണ്ടാക്കുന്നത് എന്നാണ് നെയ്ബറിൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ഈ ഒരു പോയത്തിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇവിടെ നേച്ചർ തന്നെ ആ ഒരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. നേച്ചർ തന്നെ ഒരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ഈ വാൾസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ 2 മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്പറേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരു ഫ്രെറ്റേണിറ്റി, ടോളറൻസ് ഒക്കെ ഉള്ള, അതായത് സാഹോദര്യവും ഐക്യം, സാഹോദര്യം, ക്ഷമ ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റീസാണ് എന്ന് പോയിട്ട് ഇതിലൂടെ നമുക്ക് ഐഡിയ തരുന്നു. ഓക്കെ, സോ സെപ്പറേഷൻ്റെ ആവശ്യമില്ല, അത് നേച്ചർ തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് പോയറ്റ് ബിഗിനിങ്ങിൽ പറയുന്നത്. പക്ഷേ അതേസമയം ഹെൽത്തി റിലേഷൻഷിപ്പിന്, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ വാൾസ് അല്ലെങ്കിൽ ഫെൻസസ് അത്യാവശ്യമാണ്.
ഓക്കെ, ബൗണ്ടറീസ് ഒന്നും ഇല്ല എങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. സോ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. സോ 2 രീതിയിലുള്ള മെസ്സേജ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, ഇതിൽ പോയിട്ട് അതുപോലെ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സിമിലി പോലെ, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ. സോ ഇതിൽ അദ്ദേഹം 2 നെയ്ബേഴ്സിനെ 2 പേരും കൂടെ സ്റ്റോൺസ് ഈ കല്ല് വെച്ച് മതിൽ വീണ്ടും ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്നുണ്ട്. അവിടെ സിമിലിയാണ് എന്ന് വെച്ചാൽ അതിനെ ഒരു കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു മതിൽ നന്നാക്കുന്ന ഒരു പ്രവൃത്തിയെ ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് സിമിലി. ദെൻ അതുപോലെ അദ്ദേഹം ഈ സ്റ്റോൺസ് എല്ലാം നന്നാക്കി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺ. അതായത് ഞങ്ങളൊന്ന് തിരിയുന്നത് വരെയെങ്കിലും ഇവിടെ ഉണ്ടാവണം എന്ന് ഈ ബൗൾഡേഴ്സ് ആ കല്ലുകളോട് പറയുന്നു. ആക്ച്വലി ആ കല്ലുകളെ ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. അവിടെ പെർസോണിഫിക്കേഷനാണ്. ഓക്കെ, ഹ്യൂമൻലി ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇതുപോലുള്ള പോയറ്റിക് ഡിവൈസസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. സോ വളരെയധികം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം, നമുക്ക് ഒരു മെസ്സേജ് തരുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.